വൈകിട്ട് എന്താ പരിപാടി? ഞായറാഴ്ച ആയതുകൊണ്ട് മോഹൻലാലിനെ ഓർമ്മിച്ച് ചോദിച്ചതല്ല. ഞാൻ 2 വാർത്തകൾ കണ്ടപ്പോൾ ആ ചോദ്യം മനസ്സിൽ വന്നതാണ്. ഒന്നാമത്തെ വാർത്ത കൊച്ചിക്കാരെ സംബന്ധിച്ചുള്ളതാണ്. രണ്ടാമത്തെ വാർത്ത പക്ഷേ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഞാൻ പതുക്കെ പറയത്തുള്ളൂ. ആദ്യം ഈ കൊച്ചിയിലെ കാര്യം പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം പിന്നാലെ പറയാം. അല്ലെങ്കിൽ അത് കേട്ടിട്ട് പ്രേക്ഷകർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകും. പ്രേക്ഷകർ വീഡിയോയുടെ കാണണമല്ലോ. അപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത്, കൊച്ചിയിൽ മെട്രോ ഉണ്ടല്ലോ, ഈ മെട്രോ സ്റ്റേഷനിൽ കള്ള് കച്ചവടം തുടങ്ങാൻ പോവുക. വടക്കേക്കോട്ടയിലും വൈറ്റ്ലയിലുള്ള മെട്രോ സ്റ്റേഷനുകളിൽ ബെവ്കോയുടെ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നു. സംഗതിയൊക്കെ കൊള്ളാം. കാരണം കൊച്ചി മെട്രോ കോർപ്പറേഷൻ വലിയ നഷ്ടത്തിലാണ്. അത് ലാഭത്തിലാക്കാൻ വേണ്ടി കോർപ്പറേഷൻ ബിൽഡിങ്ങിലെ കടമുറികൾ, അല്ലെങ്കിൽ കടമുറികൾ മാത്രമല്ല, അവിടുത്തെ സ്പേസൊക്കെ ക്യൂബിക്കിളൊക്കെ അടിച്ചിട്ട് കച്ചവട സ്ഥാപനങ്ങളാക്കി മാറ്റുന്നുണ്ട്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ലാഭം ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ നല്ലതാണ്. പക്ഷേ ഈ മദ്യവിൽപ്പനശാല അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. നമ്മൾ ബീവറേജ് കോർപ്പറേഷൻ്റെ മദ്യശാലകൾ, അല്ലെങ്കിൽ സപ്ലൈകോടെ ആവട്ടെ, കൺസ്യൂമർ ഫെഡ് നടത്തുന്നതാവട്ടെ, ഈ മദ്യശാലകൾ നമ്മൾ കാണുന്നുണ്ട്. എന്തൊരു തിരക്കാണ്! ഇപ്പം നേരത്തെ കോടതി പോലും ചോദിച്ചു, ഈ കേരള സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം ഒന്ന് കള്ള് കച്ചവടമാണല്ലോ. കള്ളും ലോട്ടറിയും പെട്രോളിൻ്റെ ടാക്സും ഇല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കച്ചവടം പൊട്ടിപ്പോകും. അപ്പോൾ ഇത് മൂന്നും കൊണ്ടാണ് കേരളം ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. പക്ഷേ കോടതി ചോദിച്ചത്, ഇങ്ങനെയൊക്കെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ഏറ്റവും വലിയ സംഭാവന, ആലോചിക്കണേ, 50 രൂപയുള്ള മദ്യക്കുപ്പിക്ക് 500 രൂപ വരെയാണ് 3 ഇരട്ടിയും 4 ഇരട്ടിയും വരെ ടാക്സ് ചുമത്തുന്ന നാടാണ് കേരളം. എനിക്ക് തോന്നുന്നു പെട്രോളിന് മാത്രമല്ല, മദ്യത്തിനും ഏറ്റവും വില കൊടുക്കേണ്ടി വരുന്ന സംസ്ഥാനം കേരളമാണെന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. ഇത് വാങ്ങി അടിക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പം ഹൈക്കോടതി ചോദിച്ചത്, ഇങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്ന ഈ മദ്യപാനികൾക്ക് നിങ്ങൾ എന്തെങ്കിലും സൗകര്യം കൊടുക്കുന്നുണ്ടോ? ഈ ബെവറേജിൻ്റെ ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ നോക്കൂ, ആളുകൾ ഇങ്ങനെ ശർക്കരയിൽ ഈച്ച പൊതിയുന്ന പോലെ വന്ന് നിൽക്കുകയാണ്. അവർക്കൊന്നും മാന്യമായി നിൽക്കാൻ, ഒരു മഴ വന്നാൽ വെയിൽ കൊള്ളാതെ നിൽക്കാൻ ഇതിനുള്ള ഒരു സംവിധാനവുമില്ല. ഏറ്റവും അധികൃതരായ ആളുകളെ പണ്ട് കാലത്ത് കൈകാര്യം ചെയ്തിരുന്നു എന്ന് പറയുന്ന, അത് ഒരു പോസിറ്റീവ് കാര്യമല്ല, വളരെ നെഗറ്റീവ് കാര്യമാണ്. ആളുകളെ ഇങ്ങനെ വളരെ മ്ലേച്ഛമായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന പോലെയാണ് മദ്യശാലകളുടെ മുന്നിൽ സർക്കാരിൻ്റെ അന്നദാതാക്കളാണ് ഈ ക്യൂ നിന്ന് ഇടിച്ച് നിന്ന് തള്ളിക്കയറി ഈ മദ്യം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അതില്ലെങ്കിൽ പിണറായി വിജയന് 50 കാറിൻ്റെ അകമ്പടിയോടെ നടക്കാൻ കഴിയില്ല. അത് ഓർക്കണം സർക്കാർ. അവർക്ക് വേണ്ടി ഒരു സൗകര്യവും ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണെന്ന് ഹൈക്കോടതിയാണ് പറഞ്ഞത്. അപ്പം എൻ്റെ അഭിപ്രായമല്ല, ABC അഭിപ്രായമല്ല. ഏതായാലും അങ്ങനെ മദ്യക്കച്ചവടം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വല്ലാത്ത മെസ്സാണ്, കൂട്ടക്കുഴപ്പമാണ്, ആൾക്കൂട്ടമാണ്. അവിടേക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും പോകാൻ വയ്യ. ഇത് പൊതുവിലെ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് കേരളത്തിൽ ഇപ്പോഴും സ്ഥിതി. ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ നോക്കൂ, കൊച്ചിയിലെ മെട്രോയിൽ വന്നിട്ടുള്ളവർക്കറിയാം, അത് വളരെ വൃത്തിയായി, ശാന്തമായി, വളരെ ഭംഗിയായി നടക്കുന്ന സ്റ്റേഷനുകളാണ് എല്ലാ മെട്രോ സ്റ്റേഷനുകളും. അവിടെ നിങ്ങൾ മദ്യശാലകൾ കൊടുത്താൽ വൈകുന്നേരം ആളിടിച്ച് കയറി അവിടെ തിരക്കും തിക്കും ബഹളവും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകാൻ പറ്റുമോ? എനിക്കറിയില്ല എന്താണ് സർക്കാരിൻ്റെ പദ്ധതി എന്നറിയില്ല. പിന്നെ കൊച്ചി മെട്രോയുടെ MD പഴയ പോലീസ് ഏമാൻ ലോക്നാഥ് ബെഹ്റയാണല്ലോ. അത് അദ്ദേഹത്തിന് പ്രത്യേക പദ്ധതികളുണ്ടോ എന്നറിയില്ല. അദ്ദേഹം എങ്ങനെയാണ് പോലീസിനെ ഭരിച്ചതെന്ന് നമ്മൾ അന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ മെട്രോ എങ്ങനെയാണ് അദ്ദേഹം ഭരിച്ച് ഈ കള്ള് കച്ചവടം എല്ലാ സ്റ്റേഷനുകളിലും 2 തുടങ്ങി ഇനി ബാക്കി എല്ലാ സ്റ്റേഷനുകളിലും കൂടെ ആരംഭിക്കുകയാണെങ്കിൽ എങ്ങനെ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ, സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് വൈകിട്ട് അസമയത്തുമൊക്കെ എങ്ങനെ മെട്രോ സ്റ്റേഷനിലൂടെ പോകും എന്നത് ഒരു ആശങ്കയാണ്. ആ ആശങ്കയാണ് ഞാൻ പറഞ്ഞ ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം വീണ്ടും ചിലപ്പോൾ ആളുകളോട് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ വിദേശമദ്യം ഉണ്ടല്ലോ, ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യമുണ്ട്, ഒറിജിനൽ വിദേശമദ്യമുണ്ട്, ഫോറിനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിദേശമദ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മോദിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച വലിയ വാർത്തയായി, വലിയ മെച്ചമുള്ള വാർത്തകളായി, വലിയ മെച്ചമുള്ള കാര്യങ്ങളാണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിലൂടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ ശശി തരൂറിന് വരെ പറയേണ്ടി വന്നു. സതീശനൊക്കെ പറയുന്നുണ്ട്, ഒന്നും കിട്ടിയില്ല. രാജ്യാന്തര കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ ഈ സതീശനൊക്കെ ആരാ? സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ആളുകളാണ്. ട്രംപും മോദിയും തമ്മിൽ നടന്ന ചർച്ച കൊണ്ട് ഇന്ത്യക്കൊരു പ്രയോജനം ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നത്. അത് വിട്, നമുക്ക് പോട്ടെ എന്ന് വെക്കാം. ഏതായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ട്രംപ് മോദി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താരിഫിലൊക്കെ ചില ഇളവ് കൊടുക്കണം, അമേരിക്കൻ സാധനങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്ന നികുതി കുറയ്ക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. മോദി അത് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ചാൽ നമ്മൾ അങ്ങോട്ട് അയക്കുന്ന സാധനങ്ങളുടെയും നികുതി കുറയ്ക്കും, നമ്മൾ കുറച്ചില്ലെങ്കിൽ അവരും കൂട്ടും. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താരിഫ് ഇളവ് ചെയ്താൽ 2 രാജ്യങ്ങൾക്കും ഗുണമാണ്. അപ്പോൾ അങ്ങനെയാണ്
കാര്യങ്ങൾ നീങ്ങുന്നത്. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ഇത് ട്രംപ് എല്ലായിടത്തും ആവശ്യപ്പെടുന്നത് നിങ്ങൾ നികുതി കുറയ്ക്കൂ, നിങ്ങൾ താരിഫ് കട്ട് ചെയ്താൽ ഞാനും കട്ട് ചെയ്യും, നിങ്ങൾ കൂട്ടിയാൽ ഞാനും കൂട്ടും എന്ന് പറഞ്ഞപ്പോൾ മോദിയുടെ കൂടെ അന്നത്തെ ചർച്ചയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമായി ഒപ്പിട്ട ധാരണകളിലൊന്ന്, താരിഫ് കട്ട് ചെയ്യേണ്ട സംഗതികളിലൊന്ന് ഈ 6 മണിക്ക് വൈകിട്ട് എന്താ പരിപാടി എന്ന് ആലോചിക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്കൻ നിർമ്മിത മദ്യത്തിൻ്റെ താരിഫ് കുറയ്ക്കുന്നു. ഇപ്പോൾ അമേരിക്കൻ നിർമ്മിതമായ ഒരു വിസ്കിയുടെ പേരാണ് ബർബൻ വിസ്കി. ബർബൻ വിസ്കിയുടെ താരിഫ് 50% കുറച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഈഥൈൽ ആൽക്കഹോൾ കണ്ടൻറ്റ് 80% ഉള്ള അമേരിക്കൻ മെയ്ഡ് ഒറിജിനൽ അമേരിക്കൻ മദ്യങ്ങളുടെയും നികുതി 180% നിന്ന് 100 കുറയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മെയ്ഡ് ഇൻ USA എന്നെഴുതിയ മദ്യം ഇനി കുറഞ്ഞ വിലയ്ക്ക് കഴിക്കാം. ഇത് മാത്രമല്ല, വൈനുകളുടെ വില കുറച്ചിട്ടുണ്ട്. ഈ കണക്ക് അമേരിക്കയിൽ നിന്ന് ഇതിന് മാത്രം മദ്യമൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ ഞാൻ കണക്ക് പറയാം. കഴിഞ്ഞ വർഷം 8660 കോടിയുടെ മദ്യമാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്. ചെറിയ തുകയൊന്നുമല്ല, 8660 കോടി രൂപ അമേരിക്കയിൽ നിന്ന് മാത്രം, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നല്ല. ഇപ്പോൾ US നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഈ മദ്യം, ഇപ്പോൾ ബർബൻ എന്ന് പറയുന്ന വിസ്കിക്ക് 50% വില കുറയുകയാണ്. വിദേശത്ത് ഈ പറയുന്ന പോലെയുള്ള പല മദ്യം കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ആസ്ട്രേലിയയിൽ നിന്ന് വരുന്ന വൈൻ, അതിൻ്റെ ഇറക്കുമതി കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ UK, സന്തോഷമുള്ള വേറെ വാർത്തകൾ പറയാം, UK ബ്രിട്ടൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്കോച്ച് വിസ്കിയില്ലേ, ഒറിജിനൽ ഫോറിൻ മെയ്ഡ് ലിക്വർ, അതിന് ടാക്സ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. US ചോദിച്ചപ്പോൾ UKയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ താരിഫിൻ്റെ കാര്യത്തിൽ ഇളവുകളൊക്കെ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ വിദേശത്തു നിന്നുള്ള മോട്ടോർ ബൈക്കുകൾക്ക് നമ്മൾ ഇളവ് കൊടുത്തിരുന്നു, ബജറ്റിൽ തന്നെ കൊടുത്തു. ഇപ്പോൾ ഈ മറ്റേ വണ്ടിയുണ്ടല്ലോ, ഹാർലി ഡേവിഡ്സൺ എന്ന് പറഞ്ഞൊരു മോട്ടോർ സൈക്കിളില്ലേ, ഞാൻ കണ്ടിട്ട് പോലുമില്ല കേട്ടോ. ആ മോട്ടോർ സൈക്കിള് അതിൻ്റെ വില കുറയ്ക്കണമെന്ന് ട്രംപ് നേരിട്ട് മോഡിയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഹാർലി ഡേവിഡ്സൺ നിങ്ങളുടെ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട്, അതിന് ഭയങ്കര വിലയുള്ള വണ്ടിയാണെന്നാണ് പറയുന്നത്, അതിൻ്റെ ടാക്സ് കൂടെ കുറയ്ക്കണമെന്ന് പറഞ്ഞു. കുറച്ചേക്കാമെന്ന് മോദി പറയുമായിരിക്കും, കുറച്ചിട്ടുണ്ടാവാം. ഏതായാലും വിദേശ വാഹനങ്ങളും വിദേശ മദ്യവും ഇഷ്ടം പോലെ വരുന്നുണ്ട്. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കാൻ, വൈകിട്ട് എന്നാൽ പിന്നെ ട്രംപ് അണ്ണൻ പറഞ്ഞിട്ട് മോദി വില കുറച്ച ബർബൻ വിസ്കി മേടിച്ചടിച്ചേക്കാന്ന് വെച്ചാൽ പിണറായി കൂടെ സമ്മതിക്കണം. കാരണം വില കുറഞ്ഞാൽ അത് പിണറായി ഇവിടെ കൂട്ടും. അവിടെ കുറഞ്ഞാലും ചിലപ്പോൾ ഇവിടെ കുറയില്ല. കാരണം ഇവിടെ എങ്ങനെ 10 പൈസ കൂടുതൽ മേടിക്കാം എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു സർക്കാർ ഉള്ളതുകൊണ്ട് വൈകിട്ട് എന്താ പരിപാടി എന്ന് കരുതി അമേരിക്കൻ സാധനം തപ്പി ഇറക്കുമ്പോൾ മോദി സാറ് കുറച്ചാലും പിണറായി സാറ് കുറച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.